ടി അഥവാ പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് എന്നത് 2 hours മാത്രം ദൈർഘ്യം വരുന്ന ഒരു ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പി ടിക്ക് 3 പാർട്സ് ആണ് ഉള്ളത്. പാർട്ട് 1 സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, പാർട്ട് 2 റീഡിംഗ്, പാർട്ട് 3 ലിസണിംഗ്. ഈ 3 പാർട്സിലും മൊത്തത്തിൽ നമുക്കൊരു 20 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് ഉള്ളത്. പാർട്ട് 1 സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു 7 ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും ഉള്ളത്. അതിനകത്ത് 5 ക്വസ്റ്റ്യൻ ടൈപ്സ് സ്പീക്കിംഗ് മോഡ്യൂളിനും 2 ക്വസ്റ്റ്യൻ ടൈപ്സ് റൈറ്റിംഗ് മോഡ്യൂളിനും. നമ്മൾ പിന്നെ പാർട്ട് 2 റീഡിംഗ് എടുക്കുമ്പോൾ അതിനകത്തൊരു 5 ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും. പാർട്ട് 3 ലിസണിംഗ് എടുക്കുമ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും. എസ്റ്റിമേറ്റഡ് ടൈമിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് 1 സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിന് ഏകദേശം ഒരു 57 to 64 മിനിറ്റ്സ് ആയിരിക്കും. പാർട്ട് 2 റീഡിങ്ങിനാണെങ്കിൽ 30 മിനിറ്റ്സ് ടൈം ആയിരിക്കും. പാർട്ട് 3 ലിസണിംഗ് ആണെങ്കിൽ 30 to 40 മിനിറ്റ്സ് ടൈം ആയിരിക്കും. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 2 hours ആയിരിക്കും പി ടിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. പി ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇന്റഗ്രേറ്റഡ് സ്കോറിംഗ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് സ്കോറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 20 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ടൈപ്പ് എടുത്താലും മിക്ക ക്വസ്റ്റ്യൻ ടൈപ്സിനും ഒരു ഇപ്പം സ്പീക്കിംഗ് മോഡ്യൂൾ ആണെന്ന് കരുതുക. ആ സ്പീക്കിംഗ് മോഡ്യൂളിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുമ്പം സ്പീക്കിംഗ് ഒബ്വിയസ്ലി സ്കില്ല് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം വേറെ ഏതെങ്കിലും ഒരു സ്കില്ല് കൂടി ഇൻകോപ്പറേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ചിലപ്പം സ്പീക്കിംഗ് മോഡ്യൂളിനകത്ത് റീഡിംഗ് കയറി വരാം, ലിസണിങ് വരാം. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് സ്കോറിംഗ് വരുന്നത്. അപ്പം 90ലായിരിക്കും സ്പീക്കിംഗ് 90, റൈറ്റിംഗ് 90, റീഡിംഗ് 90, ലിസണിങ് 90. അതിൻ്റെ ഒരു ആവറേജ് ആണ് 90 പി ടി സ്കോർ ആയിട്ട് വരുന്നത്. നമ്മളിപ്പം ഒന്നാമത്തെ പാർട്ട് നോക്കാം. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പം പറഞ്ഞു ഏകദേശം ഒരു 57 to 64 മിനിറ്റ്സ് ആണ്. അപ്പം അതിനകത്ത് നമുക്ക് 7 ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും. അതിനകത്ത് 5 ക്വസ്റ്റ്യൻ ടൈപ്സ് സ്പീക്കിംഗ് മോഡ്യൂളിന് പോകും, 2 ക്വസ്റ്റ്യൻ ടൈപ്സ് റൈറ്റിംഗ് മോഡ്യൂളിന് പോകും. അതിനകത്ത് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുമ്പം റീഡ് അലൗഡ്, റിപ്പീറ്റ് സെന്റൻസ്, ഡിസ്ക്രൈബ് ഇമേജ്, റീഡ് എ ലെക്ചർ, ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, എസ്സേ. അതിനകത്ത് ലാസ്റ്റത്തെ 2 സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റും എസ്സേ എന്ന് പറയുന്നതും റൈറ്റിംഗ് മോഡ്യൂളാണ്. എന്നാൽ ആദ്യത്തെ 5 എന്ന് പറയുന്നത് സ്പീക്കിംഗ് മോഡ്യൂൾ ആയിരിക്കും. പിന്നെ നമ്മൾ പോകുമ്പം പാർട്ട് 2 ആണ്. അതിനകത്ത് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ 5 ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും. റീഡിംഗ്, റൈറ്റിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ്, റീ ഓർഡർ പാരഗ്രാഫ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് ഡ്രാഗ് ഫ്രം ബോക്സ് എന്ന് പറയും. ആദ്യത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനെ ഡ്രോപ്പ് ഡൗൺ മെനു എന്നാണ് പറയുന്നത്. റീഡിങ്ങിനകത്ത് രണ്ടാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനെ ഡ്രാഗ് ഫ്രം ബോക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ. ഇതോടെ നമ്മുടെ റീഡിംഗ് പാർട്ട് കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലിസണിങ് ആണ്. ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ടൈമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പാർട്ടിൽ 8 ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതുപോലെ തന്നെ ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി, മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ, സെലക്ട് മിസ്സിംഗ് വേർഡ്, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ഇത്രയാണ് ലിസണിങ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മൊത്തം 3 പാർട്സ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു 20 ക്വസ്റ്റ്യൻ ടൈപ്സ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് റീഡ് അലൗഡ്, റിപ്പീറ്റ് സെൻറ്റൻസ്, റീഡിംഗ്, റൈറ്റിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. അതിനകത്ത് റീഡിംഗ്, റൈറ്റിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് റീഡിംഗ് മോഡ്യൂൾ ആയിരിക്കും. റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ലിസണിംഗ് മോഡ്യൂൾ ആയിരിക്കും. റിപ്പീറ്റ് സെൻറ്റൻസ്, റീഡ് അലൗഡ് ഒക്കെ സ്പീക്കിംഗ് മോഡ്യൂൾ ആയിരിക്കും. അപ്പം നമ്മൾ 4 സ്കിൽസ് ഉണ്ട് നമുക്ക്. ആ 4 സ്കിൽസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് ഈ 4 ആണ്. അതിനകത്ത് 2 സ്പീക്കിംഗ് മോഡ്യൂളിനകത്ത് വരുന്നു. റീഡ് അലൗഡ്, റിപ്പീറ്റ് സെന്റൻസ്. റീഡ് അലൗഡ് എന്ന് പറയുമ്പം സ്പീക്കിംഗ് സ്കില്ലും വരുന്നുണ്ട്, റീഡിങ്ങും വരുന്നുണ്ട്. റിപ്പീറ്റ് സെന്റൻസ് എന്ന് പറയുമ്പം സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് വരുന്നുണ്ട്. റീഡിംഗ്, റൈറ്റിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പം റീഡിങ്ങും വരുന്നുണ്ട്, റൈറ്റിങ്ങും വരുന്നുണ്ട്. പിന്നെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ എന്ന് പറയുമ്പം ലിസണിങ്ങും വരുന്നുണ്ട്, റൈറ്റിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ ടൈപ്സിന് ഡിഡക്ഷൻ വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരും. അപ്പം ദർ വിൽ ബി മോർ ദാൻ 1 ആൻസർ. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റീഡിങ്ങിനകത്തും വരുന്നുണ്ട്, ലിസണിങ്ങിനകത്തും വരുന്നുണ്ട്. അത് 2 ഡിഡക്ഷനുള്ള 2 ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് ആണ്. അതിന് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ബാക്കിയുള്ള 2 മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ്, ഡിഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനധികം മാർക്ക് വരുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്കി ഉള്ള ക്വസ്റ്റ്യൻ ടൈപ്സിൽ അപ്പോൾ നമ്മൾ ലിസണിങ് മോഡ്യൂൾ എടുക്കുകയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ടൈപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ്,
റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. ബാക്കിയുള്ള 4 എണ്ണം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഒരു 90 സ്കോർ കിട്ടണമെങ്കിൽ നമ്മളത് ഒബ്വിയസ്ലി അറ്റംപ്റ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ കുറച്ചും കൂടി എംഫസിസ് കൊടുക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ ടൈപ്സിലായിരിക്കും. റീഡിംഗ് വരികയാണെങ്കിൽ അതിനകത്ത് 5 ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ടെങ്കിൽ മെയിൻലി നമ്മൾ 3 എണ്ണത്തിനാണ് കുറച്ചും കൂടി എംഫസിസ് കൊടുക്കുന്നത്. റീഡിംഗ്, റൈറ്റിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രാഗ് ഫ്രം ബോക്സ്, റീഓർഡർ പാരഗ്രാഫ്. റൈറ്റിംഗ് 2 നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. സ്പീക്കിങ്ങും 5 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. PT എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കോറിംഗ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ സ്പീക്കിംഗ് മോഡ്യൂൾ എടുക്കുകയാണെങ്കിൽ 5 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. അപ്പം നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിൻ്റെ സ്കോറിലേക്ക് അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കോറിലേക്ക് ആഡ് ചെയ്യുന്നത് ആ മോഡ്യൂളിലെ 5 ക്വസ്റ്റ്യൻ ടൈപ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്ത് വരുന്ന റൈറ്റിംഗ് എടുക്കുകയാണ്. അപ്പം റൈറ്റിംഗ് സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റിംഗ് മോഡ്യൂളിൽ 2 എണ്ണം ഒബ്വിയസ്ലി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മാർക്ക് വരുന്നതും ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. അപ്പം മോഡ്യൂളിനകത്ത് 2 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണെങ്കിൽ മൊത്തം ഈ 20 ക്വസ്റ്റ്യൻ ടൈപ്സ് എടുക്കുമ്പം ഏകദേശം 6 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് റൈറ്റിങ്ങിന് സ്കോർ തരുന്നത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റൈറ്റിംഗ് എടുക്കുമ്പം ഒന്നാമത്തെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ലിസണിങ് മോഡ്യൂളിലെ, അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് റീഡിംഗ് മോഡ്യൂളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് അതും ലിസണിങ് മോഡ്യൂളിലാണ്. പിന്നെ വരുന്നതാണ് റൈറ്റ് എസ്സേ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, പിന്നെ ഉള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതും ലിസണിങ് മോഡ്യൂളിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ 6 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് റൈറ്റിംഗിലേക്ക് സ്കോർ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ റൈറ്റിംഗ് മോഡ്യൂൾ നോക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻ ടൈപ്സേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് അടുത്ത റീഡിംഗ് എന്ന് പറയുന്നത്. ഏകദേശം റീഡിംഗ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ആ റീഡിംഗ് മോഡ്യൂളിനകത്ത് എത്രയാണ് 5 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. പക്ഷെ റീഡിങ്ങിന് മാർക്ക് തരുന്ന ടോട്ടൽ 20ൽ നിന്ന് ഏകദേശം ഒരു 9 ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മുടെ റീഡിംഗിലേക്ക് സ്കോർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മുടെ ഡ്രോപ്പ് ഡൗൺ മെനു ആ റീഡിംഗ് മോഡ്യൂളിൽ തന്നെയുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റീഡ് അലൗഡ്, അടുത്ത് വരുന്നത് റീഡ് അലൗഡ് ആണ്. അത് സ്പീക്കിംഗ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഡ്രോപ്പ് ഡൗൺ മെനു അതും നമ്മുടെ റീഡിങ്ങിന് തന്നെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് ലിസണിങ്ങിനകത്ത്, പിന്നെ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് റൈറ്റിങ്ങിനകത്ത്, റീഓർഡർ പാരഗ്രാഫ് റീഡിംഗ് മോഡ്യൂളിൽ തന്നെയാണ്. ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി അതും ലിസണിങ് മോഡ്യൂളിലാണ്. മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസേഴ്സ് റീഡിംഗ് മോഡ്യൂളിൽ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ റീഡിംഗ് മോഡ്യൂളിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടൈപ്സ് ഒക്കെയാണ് റീഡിങ്ങിലേക്ക് സ്കോർ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ മോഡ്യൂൾ നോക്കുമ്പോൾ ഏകദേശം 5 ക്വസ്റ്റ്യൻ ടൈപ്സേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ലിസണിങ് മോഡ്യൂളും വരുന്നത്. നമ്മൾ ലിസണിങ് മോഡ്യൂൾ എടുക്കുമ്പം നമുക്ക് ഏകദേശം 8 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണുള്ളത്. അതിനൊപ്പം നമുക്ക് ഏകദേശം ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 11 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് ലിസണിങ്ങിന് സ്കോർ കൊടുക്കുന്നത്. അപ്പം റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ ലിസണിങ് മോഡ്യൂളിലുണ്ട്. റിപ്പീറ്റ് സെന്റൻസ് അത് സ്പീക്കിംഗ് മോഡ്യൂളിൽ നിന്നാണ് വരുന്നത്. പിന്നെ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ലിസണിങ് മോഡ്യൂൾ, ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്സ് അതും സ്പീക്കിംഗ് നമ്മുടെ ലിസണിങ് മോഡ്യൂളാണ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ലിസണിങ് മോഡ്യൂൾ. പിന്നെ വരുന്നത് റീഡ് ലെക്ചർ അത് നമ്മുടെ സ്പീക്കിംഗ് മോഡ്യൂളിൽ നിന്ന് വരുന്നതാണ്. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ സ്പീക്കിംഗ് മോഡ്യൂൾ, ഹൈലൈറ്റ് കറക്റ്റ് സമ്മറി ലിസണിംഗ് മോഡ്യൂൾ, മൾട്ടിപ്പിൾ ചോയ്സ് മൾട്ടിപ്പിൾ ആൻസേഴ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് സിംഗിൾ ആൻസർ, സെലക്ട് മിസ്സിംഗ് വേർഡ് ഇതെല്ലാം ലിസണിംഗ് മോഡ്യൂളാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം 11 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് ലിസണിങ്ങിന് മാർക്ക് കൊടുക്കുന്നത്. PT-യുടെ ഒരു സ്കോറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ PT സ്കോർ 90ൽ നിന്നാണ് വരുന്നത്. സ്പീക്കിംഗ് 90, റൈറ്റിംഗ് 90, റീഡിംഗ് 90, ലിസണിംഗ് 90. ഇനി ഈ 4 എണ്ണത്തിൻ്റെ ഒരു ആവറേജ് എടുക്കുന്ന ഒരു 90ൽ നിന്ന് വരുന്ന സ്കോറാണ് നമ്മുടെ PT സ്കോർ അല്ലെങ്കിൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ PT-യുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്.